അല്ലെങ്കിൽ വന്ന് തെളിയിക്കണ്ടേ? കഴിഞ്ഞോ? കഴിഞ്ഞില്ല. വീണ്ടും ഇവരുടെ പ്രമേയം ബ്രിട്ടീഷുകാരെ ഗവൺമെന്റിനെ പറ്റി പറയാം. ഭരണകർത്താക്കളോട് എതിർക്കലും അവരുടെ കൽപ്പന അനാദരവ് ചെയ്യലും 933 പ്രമേയാണ്. അന്ന് ആരാ ഭരണകർത്താക്കൾ? ബ്രിട്ടീഷുകാർ. ഭരണകർത്താക്കളോട് എതിർക്കലും അവരോട് അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും ഒരിക്കലും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. മനസ്സിലായില്ല? ഭരണകർത്താക്കളോട് എതിർക്കലും അവരോട് അനാദരവ് ചെയ്യലും. വൈസ്രോയി വരുമ്പോ അതെ ഒന്ന് കൈയൊക്കെ മുത്തിയിട്ട് ഉമ്മ വെച്ച് സാറേ ക്ഷമിക്കണം അല്ലേ? ഇവ അനങ്ങിയ സനത് ചോദിക്കുന്നുണ്ടല്ലോ, എടോ ഈ മമ്പുറം തങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഏതൊരു ടീമിനെ കുറിച്ച് പറഞ്ഞോ അവരെ ആദരിക്കണമെന്ന് താങ്കളുടെ നേതാക്കന്മാർ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിനുള്ള ഒരു സനത് കൊണ്ടുവാ. ആ ഏപ്പിക്കാര് സാധുക്കൾ ഇങ്ങനെ വന്നപ്പോ അതിന്റെ അടുത്തൊരു അബദ്ധം വന്നിട്ട് സനത് 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 കാരണം കുത്തന്നെ അല്ലെ? സനദിന്റെ പരിപ്പിയാന്ന് എടുത്തേരാ അല്ലെ? എന്തായി പറഞ്ഞത്? ഭരണകർത്താക്കളോട് എതിർക്കലും അവരോട് അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമായിരിക്കെ കോൺഗ്രസ് കക്ഷിക്കാരുമായി യോജിക്കലും അവരോട് സഹകരിക്കലും ഒരിക്കലും യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം? ബ്രിട്ടീഷുകാർക്കെതിരെ കോൺഗ്രസ് നീങ്ങണോണ്ട് കോൺഗ്രസ്സുകാരോട് സഹകരിച്ചാൽ തന്നെ അത് മുസ്ലിങ്ങളെ പണിയല്ല. ഈ വാക്കിലൂടെ ഭരണകർത്താക്കളോട് എതിർക്കലും അവരുടെ കൽപ്പനയ്ക്ക് അനാദരവ് ചെയ്യലും മതവിരോധമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുക വഴി തന്റെ നേതാക്കന്മാർ, സമസ്തയുടെ നേതാക്കന്മാർ ചെയ്തത് എന്താണെന്നറിയുമോ? മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട വെളിയങ്കോട് കാക്കത്തറയിൽ, കാളിയാരകത്ത് കാക്കത്തറയിൽ ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖ് മൗലാന ആലി മുസ്ലിയാർ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ഖാദിരിയ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത മഹാനുഭാവൻ മുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ഷൗക്കത്ത് അലിയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ലക്ഷക്കണക്കിന് ഇന്ത്യ രാജ്യത്തെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, ആത്മീയതയുടെ അന്തസാർന്ന നിലനിൽപ്പിന് വേണ്ടി ബ്രിട്ടീഷുകാരുമായി പോരാട്ടത്തിൽ ഏർപ്പെട്ട ആ ലക്ഷക്കണക്കിന് ജനതകൾ മുഴുക്കെ മുസ്ലിം വിരുദ്ധ ചേരിയിലായിരുന്നുവെന്ന് ലജ്ജയില്ലാതെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് താങ്കളുടെ നേതാക്കൾ. ഏത് സനദിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത്? അല്ലെങ്കിൽ അതില്ലെന്ന് പറ, അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം വിശദീകരിക്ക്. എന്തെങ്കിലും ആയിട്ട് ഈ കൗമിനൊന്ന് കഴിച്ചിലാക്കിക്കോട്ടെ, എനക്കതല്ലേ പണി അല്ലേ? കഴിഞ്ഞില്ല. അകൃത്യവും അനീതിയും പ്രവർത്തിച്ച കൂട്ടരെ നിയമാനുസരണം പ്രവർത്തിക്കൽ ഭരണകർത്താക്കളുടെ കടമയായിരിക്കയാൽ 921 ആഗസ്റ്റ് മാസം മുതൽക്കുണ്ടായ വമ്പിച്ച ലഹളയിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റക്കാരെ ഗവൺമെന്റ് മാപ്പ് ചെയ്തു വിട്ടതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റിന് ബ്രിട്ടീഷുകാർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂട്ടരെ, ഇത് ബ്രിട്ടീഷുകാരെ ഇതുണ്ടാക്കിയതിന്റെ പരിഭാഷ വായിക്കല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഔലിയാക്കന്മാരുണ്ടാക്കിയ എന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ ആദ്യകാല ഔലിയാക്കന്മാര് എഴുതിണ്ടാക്കിയത് അത്. ആ എഴുതി ഉണ്ടാക്കിയിട്ട് എന്താ പറഞ്ഞത്? അകൃത്യവും അനീതിയും പ്രവർത്തിച്ച കൂട്ടരെ. ആരാണത്? മമ്പുറം സയ്യിദ് അലവി തങ്ങൾ,
ആരായി അക്രമവും അനീതിയും കാട്ടിയത്? വാരിയംകുന്നത്ത് കുഞ്ഞാമദാജി. ആരായി അനീതി ചെയ്തത്? ബഹുമാനപ്പെട്ട ഉമർ ഖാലി, ആലി മുസ്ലിയാർ. അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യാത്മാക്കൾ. ഇവര് തെറ്റുകാരാണ്. കുത്തുബുസ്സമാനെതിരെ, ആ കാലത്തെ കുത്തുബുസ്സമാനെതിരെ നിങ്ങളുടെ ആദ്യകാല നേതാക്കന്മാർ രംഗപ്രവേശം ചെയ്തു. കുത്തുബുസ്സമാനാണ്. ആ കുത്തുബുസ്സമാൻ പറയാ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യണം. ഇവര് പറയാ സമരം ചെയ്താൽ ദീനിന്ന് പുറത്ത്. മമ്പറം തങ്ങൾ പറയാ ബ്രിട്ടീഷുകാരോട് സഹകരിക്കുന്ന ആളുകളെ പോലും അവരോട് പോലും യുദ്ധം ചെയ്യണം. ഇവര് പറ ബ്രിട്ടീഷുകാരെ എതിർത്തോലോട് സഹകരിച്ചാൽ, കോൺഗ്രസ്സുകാരോട് സഹകരിച്ചാൽ തന്നെ ദീനിന്ന് പുറത്ത്. കുത്തുബുസ്സമാൻ പറഞ്ഞതിന് നേരെ എതിർ ദിശയിൽ നിങ്ങൾ ഔലിയാക്കന്മാരും. ഈ വിലായത്ത് അധികാരം ആരെ തന്നു? ബ്രിട്ടീഷുകാർ തന്നു. എന്തേ അങ്ങനെയായി? ഓലുണ്ടാക്കിയതാണ്. ഇപ്പൊ എന്തേ ഇങ്ങനെയായി? അതിന്റെ തുടർച്ചയാണ്. അല്ലേ അല്ലേ പൊന്നു ഹബീബുമാരെ? അല്ലേ? ഈ പ്രമേയം അവതരിപ്പിക്കുന്ന ആരാന്നറിയും? കെ മമ്മൂട്ടി സാഹബ് ബഹദൂർ, അനുവാദകൻ. പി കെ മീറാൻ മൗലവി, മുഹമ്മദ് മീറാൻ മൗലവി. 2 AP അഹമ്മദ് കുട്ടി മൗലവി, താനൂര് മദ്രസ മാനേജർ, പ്രിൻസിപ്പാൾ. സർവസമ്മതമായി പാസ്സാക്കി. ഒരു മുഷാവറങ്ങോ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. നോക്കുന്നെങ്കിൽ അല്ലേ? കഴിഞ്ഞില്ല. ഇനി വരെ മറ്റൊരു പ്രമേയം, രസകരമായൊരു പ്രമേയം. നമ്മുടെ ഇത് അൽബയാനാണ്. ജമിയത്തുൽ ഉലമ സംഘത്തിന്റെ അറബി മലയാളത്തിലുള്ള അൽബയാൻ പഴയ കാലത്ത് ഇറങ്ങിയതാ. അതിന്റെ കോപ്പിയാണിത്, ഫോട്ടോഷോട്ട്. നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഇർവിൻ പ്രഭു അവർകളും പത്നിയും സർക്കീറ്റിൽ നിന്ന് മടങ്ങി ഡൽഹി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ ഏതോ ദുഷ്ടന്മാർ ബോംബ് പ്രയോഗിച്ചതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ സന്തോഷത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. പ്രമേയം അവതരിപ്പിച്ച് ഖാൻ ബഹദൂർ കല്ലടി മൊയ്തുട്ടി സാഹബ്. പിന്നെ അനുവാദകൻ AP അഹമ്മദ് കുട്ടി മൗലവി. മൂപ്പരാ പിന്താങ്ങിയത്. എന്താ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യ വൈസ്രോയി ഇർവിൻ പ്രഭു എന്ന് പറഞ്ഞ സമസ്ത ഉണ്ടാക്കിയ മഹാനുഭാവൻ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കണ്ട, അറിയാതെക്കണ്ട. AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് വിശദീകരിക്കുക. അപ്പോ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞേ നിങ്ങളെ വലിയുല്ലാഹി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ഹിസ്റ്ററിന്റെ എടുക്കും. മൂപ്പര ജീവിതം, മൂപ്പര അന്ത്യം, അവസാന ഘട്ടത്തിലെ സംഗതികൾ 1 by 1 ആയിട്ട് ഇങ്ങനെ പറയുമ്പോ പൊതുജനങ്ങൾ മൂക്കത്ത് വിരല് വെക്കല്ല, മൊത്തം കജ്ജിങ്ങനെ വെക്കേണ്ടി വരും. കേട്ടാല് നിങ്ങളെ വഞ്ചിക്കുകയാണ് സമസ്തക്കാർ ചെയ്യുന്നത്. നിങ്ങളെ പറ്റിക്കുക, നിങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഇൻഷാ അല്ലാ ഇവര് നടത്തുന്ന മദ്രസകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, മദ്രസകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മദ്രസകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകത്തിലെ അതിഗൗരവാവഹമായ ഏറ്റവും നീചമായ രീതിയിൽ സുന്നത്തമായത്തിനെതിരെയുള്ള ആശയം ഇൻഷാ അല്ലാഹ് ഇവിടെ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുകയാണ്. ഈ യോഗത്തോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകം തിരുത്തിയില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് തിരുത്തുന്നതുവരെ നിങ്ങളെ വിടാൻ ഞങ്ങൾ ഒരിക്കലല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കാൻ. സാധു കുട്ടികളെ, 2ാം ക്ലാസ്സിലെ കുട്ടികളെ പാച്ച നുണ, സുന്നത്തമായത്തിന് ചേരാത്ത ഏറ്റവും നികൃഷ്ടമായ ആശയം സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നപ്പ തന്നെ പറയണമെന്ന് മജീദ് ഉസ്താദ് പറയണം. മജീദ് ഉസ്താദിന്റെ എത്ര ധൃതി പറ്റൂല കേട്ടോ. അപ്പോ അത് കുറച്ചു നേരം പിടിച്ചാണ്. ഇപ്പൊ നമ്മളുള്ളത് ബ്രിട്ടീഷുകാരെ വൈസ്രോയും പെണ്ണുങ്ങളെയും ആ സർക്കീറ്റ് ഉണ്ടല്ലോ കുപ്പായിടാത്ത, അതിന്മേയാണ് നമ്മൾ അത് വഖഫ് ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് തുടരും. എന്താണെന്നറിയോ?
എന്താണെന്നറിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2ാം ക്ലാസ്സിലേക്ക് ഒരുക്കിയ ഫിഖ്ഹാണിത്. സാധു ഏപിക്കാര് ഏതോ ഒരു പുസ്തകം, ഏപിക്കാര് പുസ്തകത്തിലേതോ കൗനുഹു ഖാദിർ എന്നുള്ളടത്ത് എന്തോന്ന് പേച്ചു പറഞ്ഞു. പിന്നാലെ സൈക്കിൾ എടുത്ത് കൂടിയ ടീം അല്ലേ? കഴിഞ്ഞില്ല. AP വിഭാഗം ഏതോ പുസ്തകം അവിടുന്ന് ശിവകാശിന്ന് പിടിച്ച എടുത്ത് അടിക്കാൻ നോക്ക് 20 സൈതം പിടിച്ചു എന്നാ പറഞ്ഞേ അല്ലേ? പൊന്നി AP-ക്കാരെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ? എന്തിനാ എടുത്തു? പാവം കണ്ടുകണേ എടുക്കൂലേ എന്നാ വിചാരിക്കുന്നു എന്ന് പറയാം. സൂക്ഷിച്ച് പറയണല്ലോ നല്ലത്. വേണമെങ്കിൽ AP-ക്കാർക്ക് വേണമെങ്കിൽ പോകുമ്പോ ഈ പുസ്തകം തരണ്ട്. നാളെ അവര് ഇവിടെ ഒരു പരിപാടി ഉണ്ട്, വേണമെങ്കിൽ അവിടെ വെച്ച് തുടങ്ങിക്കോളി. ഈ പുസ്തകത്തിലെ പ്രശ്നം കേവലം ത്വരീഖത്തുകാരുടെ മാത്രം പ്രശ്നമല്ല. ഖാദിരിയ ത്വരീഖത്ത്, ഖുത്ബുസ്സമാന്റെ പരിശുദ്ധമായ ത്വരീഖത്ത് സ്വീകരിച്ചവരുടെ പ്രശ്നം മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സുന്നി ലോകത്തിന്റെയും ധർമ്മമാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ആളുകളെ ശരിയായ ലൈനിലേക്ക് നയിക്കുക എന്നുള്ളത്. ഇത് ഫിഖ് അല്ലേ? ചിലര് ചോദിക്കാണ്, ഗൗസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ എന്തിനാണ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുൽ അലി മഹാനുഭാവൻ എന്തിനാ പുതിയൊരു ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിക്കണ്? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ 1ാം ക്ലാസ് ചെക്ക് ചെയ്തു ഈക്കക്കാരത്, 2ാം ക്ലാസ് ചെക്ക് ചെയ്തപ്പോ 1 കിട്ടി. ഇൻഷാ അല്ലാഹ് +2 വരെയുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വായിച്ച് തീരുമ്പോഴേക്കും എന്തിനാണ് ഗൗസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത് എന്ന് ഈ കേരളക്കരയിലെ, ഇന്ത്യയിലെ, ലോകത്ത് നിവസിക്കുന്ന മുസ്ലിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ഉമ്മത്തിന്റെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. വളരെ നീചവും നികൃഷ്ടവുമായ രീതിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ, ഇസ്ലാമിന്റെ ആശയങ്ങളെ, അധ്യാപനങ്ങളെ, ആദർശങ്ങളെ തകിടം മറിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പണ്ഡിത പ്രവർത്തികളുടെ നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ ദിശാബോധം നൽകാൻ വേണ്ടിയാണ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുൽ അലി മഹാനുഭാവൻ പരിശുദ്ധമായ ഗൗസിയ സുന്നി ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു പണ്ഡിത സഭ, 41 അംഗ പണ്ഡിതന്മാരുടെ സഭ രൂപീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷണത്തിന്റെ ആദ്യ പടിയിലാണ്. ഈ ആദ്യ രംഗത്തെ അന്വേഷണത്തിന്റെ പ്രഥമ ഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വർഷങ്ങളായി ഈമാനിനെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ ആദർശത്തെ വഞ്ചിക്കുന്ന രീതിയിൽ വികലമായ ആശയം പ്രചരിപ്പിക്കുക. നോക്കൂ നിങ്ങൾ, എന്താത്? പാഠം 1 ബിസ്മി അംദും സലാത്തൊക്കെ കഴിഞ്ഞിട്ട് ദർസ് 1 അർക്കാനുൽ ഇസ്ലാം. മുസ്ലിം ആവാൻ നിർബന്ധമായ കാര്യങ്ങൾ 5 മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യങ്ങൾ 5. അവക്ക് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നു. 1 ഷഹാദത്ത് കലിമ, 2 അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലൽ. മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യം 1. 1 ഷഹാദത്ത് കലിമ, 2 അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ല. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമല്ല, മുസ്ലിമാകുവാണ്. അതുകൊണ്ട് സമസ്തക്കാര് മുസ്ലിമാകോ? അവരെ അംഗീകരിക്കുന്ന ആൾക്കാർ മുസ്ലിമാകോ? ഇല്ല. ആര് പറഞ്ഞു? സമസ്ത പറഞ്ഞു. സമസ്ത നേരിട്ട് പറഞ്ഞു. എന്നാ വലിയ ചിന്തകന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ച അല്ല. ഒന്നും അറിയാത്ത, തിരിച്ച് ഉസ്താദ് എന്താ പൊട്ടത്തരം പറഞ്ഞ് ചോദിക്കാൻ പോലും അറിയാത്ത കുരുന്ന പ്രായത്തിലുള്ള 2ാം ക്ലാസ്സത്തെ കുട്ടി.
2ാം ക്ലാസ്സിലെ കുട്ടി. ആ കുട്ടിയെയാണ് പഠിപ്പിക്കുന്നത് ഏറ്റവും വികലമായ സുന്നത്ത് ജമാഅത്തിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും അബദ്ധജടിലമായ ജൽപ്പനം. എന്താ? മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യങ്ങൾ 5 1 ഷഹാദത്ത് കലിമ 2 അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലൽ. 2 5 നേരത്തെ നിസ്കാരം നിലനിർത്തൽ. മുസ്ലിമായോ? ഇല്ല, മുസ്ലിമായിട്ടില്ല. 3 സകാത്ത് കൊടുക്കൽ. മുസ്ലിമായോ? ഇല്ല. 4 റമളാൻ മാസം നോമ്പ് നോൽക്കൽ. ഇപ്പൊ മുസ്ലിമായിക്കണോ? ഇല്ല. 5 ഹജ്ജ് ചെയ്യൽ. ഈ 5 കാര്യങ്ങൾ നിർവഹിച്ചാലേ മുസ്ലിം ആകുള്ളൂ. മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? ഹജ്ജ് ചെയ്യാത്തോലൊന്ന് കൈപൊക്കിക്കാന്ന് പറഞ്ഞാൽ നല്ല ഭൂരിപക്ഷ ആൾക്കാരും കൈപൊക്കും. സമസ്തന്റെ ബുക്ക് അനുസരിച്ച് നിങ്ങൾ മുസ്ലിം അല്ല കൂട്ടരെ, മുസ്ലിം അല്ല. നിസ്കാരം നിലനിർത്തൽ ഒരൊക്കെ ഒഴിവാക്കി നിക്കരിച്ചാത്ത നമ്മളെ നാട്ടുകാർ നിക്കരിച്ചാത്ത ആൾക്കാരുണ്ട്. മുസ്ലിങ്ങളാ? അല്ല. ആരെ പറഞ്ഞു? സമസ്ത പറഞ്ഞു. എവിടെ പറഞ്ഞു? 2ാം ക്ലാസ് പുസ്തകത്തിൽ പറഞ്ഞു. ഇത് എത്ര കോപ്പി അടുപ്പിച്ചിരിക്കണെന്നറിയോ? 1,25,000 കോപ്പി. അംബിയ മുർസലീങ്ങളെ കണക്ക് പ്രകാരം അടിച്ചു. 25,000 കഴിഞ്ഞില്ല. മാത്രല്ല ഇത് 6ാം എഡിഷനാണ്. 2008 തുടങ്ങിയതാണിത്. എത്ര ലക്ഷം നിങ്ങൾ അടിച്ചിറക്കി? 2006 ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുല്ലാലി മഹാനുഭാവൻ സത്യസന്ധമായ ദീനിലേക്ക്, പഴയ ഇസ്ലാമിലേക്ക്, ഉജ്ജ്വലമായ ദീനിന്റെ ആധ്യാത്മിക തലങ്ങളിലേക്ക്, സമ്പൂർണമായ ദീനിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്തപ്പോൾ ആ ഷെയ്ഖ് ശരിയല്ലെന്ന് പറയാൻ വേണ്ടി രംഗത്ത് വന്നവരാ നിങ്ങൾ അല്ലേ? എന്നിട്ട് മഹാനുഭാവൻ പറഞ്ഞു ത്വരീഖത്ത് സ്വീകരിക്കണം, പൂർണ്ണ ഇസ്ലാമിലേക്ക് വരണം, പൂർണ്ണ ഈമാനിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ ഇവര് പറയാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ സത്യസാക്ഷ്യ വചനം അംഗീകരിച്ച മുഴുവൻ ആളുകളും മുസ്ലിമും മുഅ്മിനുമാണ്. അന്ന് നമ്മളെ തോൽപ്പിച്ചാൻ വേണ്ടി ഷെയ്ഖുന പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി അവർ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് പറയണം, നാളിതുവരെയുള്ള മുസ്ലിം സമുദായം മുഴുവൻ ഏകകണ്ഠമായി അംഗീകരിച്ചതും പ്രമാണങ്ങൾ വിശദീകരിച്ച വസ്തുതയും ഇതാണ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച മുഴുവൻ ആളുകളും മുഅ്മിനുമാണ്, മുസ്ലിമുമാണ് എന്ന് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചു അല്ലേ? എന്തിനു വേണ്ടി? സമ്പൂർണമായ ദീൻ, ഈമാനും ഇസ്ലാമും ഇഹ്സാനും വേണം. ഇഹ്സാൻ മാറ്റി നിർത്തിക്കൊണ്ട് കേവലമായ ശരീഅത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞാൽ ആത്യന്തികമായ പരലോക രക്ഷ സുസാധ്യമല്ല എന്ന് ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിന്റെ നായകൻ പ്രഖ്യാപിച്ചപ്പോ മഹാനുഭാവനെതിരായി ഇവർ ആരോപണങ്ങൾ ഉന്നയിച്ചു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി വിശദീകരിച്ച് ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിയാതെ സമസ്ത കൂടാരത്തിലെ കോയക്കുട്ടി മുസ്ലിയാർ, അന്നുണ്ടായിരുന്ന പ്രസിഡന്റ് അടക്കം, ഇന്നുള്ള കോയക്കുട്ടി മുസ്ലിയാർ അടക്കം, ചെറുശ്ശേരി അടക്കം, MP അടക്കം, ആലിക്കുട്ടി മുസ്ലിയാർ അടക്കം സർവ മുഷാവറംഗങ്ങളും സുന്നി യുവജന സംഘത്തിന്റെ SKSSF-ന്റെ തുടങ്ങി സമസ്തയുടെ കൂടാരത്തിലുള്ള ഒരൊറ്റയാൾക്ക് പോലും ഒരാരോപണം പോലും തെളിയിക്കാൻ കഴിയാത്ത വിധം സമുജ്വലമായി ജനസഞ്ചയത്തിന് മുമ്പാകെ മഹാനുഭാവൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും ഇവർ ഉന്നയിച്ച വാദങ്ങൾ തെറ്റാണ് എന്നും ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞോ? അല്ലേ? മറുപടി പറയാൻ MT എന്ന് പറയുന്ന ഒരാൾ, ആ സ്വർണ്ണ കിതാബിന്റെ ആള് അല്ലേ, ഗൾഫിൽ നിന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ
സ്വർണം കടത്തിയിട്ട് നാട്ടിൽ വന്ന് ജയിലടികൾ എണ്ണിയ MT രംഗത്ത് വന്നു. നിങ്ങൾ ജയിലടിയിൽ പോണ്ടേ? നിങ്ങൾ ഭത്സിക്കപ്പെടാതിരിക്കോ? ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കാളിയാരകത്ത് കാക്കത്തറയിൽ ഉമർ കാളി റഹ്മത്തുള്ളാഹി അലൈഹി ജയിലടിയിൽ പെട്ടുകൊണ്ട് കിരാതന്മാരുടെ കിരാത ഹസ്തങ്ങളിൽപ്പെട്ട് വല്ലാതെ എടങ്ങേറാകുന്ന സമയത്ത് ആ കഴുകന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവരോട് സഹകരിക്കാത്തവർ മുസ്ലിം ഉമ്മത്തിന്റെ പുറംചേരിയിലാണ് എന്ന് പ്രഖ്യാപിച്ച ഈ കാപാലിക വൃന്ദത്തിന്റെ ആധുനിക മുഫ്തി MT എന്ന് പറയുന്ന സാധനം, ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ആധ്യാത്മിക വെളിച്ചം പകരുന്ന കിതാബ്, ആ കിതാബിന്റെ അകത്തളങ്ങളിൽ സ്വർണം വെച്ച് കൊണ്ടുവരാൻ നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഒരു നാടൻ മനുഷ്യൻ, ഒരു സാദാ മുസ്ലിം പോട്ടെ, ഒരു പച്ച കാഫിർ, ഒരു അറബി ഗ്രന്ഥാവണ്ട, ഒരു മുഞ്ചിത് മാപ്പിളാരെ കിതാബായത് പറഞ്ഞിട്ട് അതിലെടുക്കണ്ടെന്ന് പറയില്ല കൂട്ടരെ. സമസ്തയുടെ പാരമ്പര്യവും സമസ്തയുടെ സമകാലീന നേതാക്കന്മാരുടെ ചിത്രമാണ് ഞാൻ പറഞ്ഞത്. ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാരുടെ കാപാലികത്വത്തിനെതിരെ സമരം ചെയ്തുകൊണ്ടാണ് ജയിലടിയിൽ പോകുന്നത്. ആധുനിക മുഫ്തി MTയോ കിതാബില് സ്വർണം കട്ടുകൊടുങ്ങാണ്ട് രാജ്യദ്രോഹ കുറ്റം ചെയ്തിട്ട് കിതാബ്, നമ്മള് അത് ഫضലുള്ള ഫൈസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പത്രം, നമ്മളെ ചന്ദ്രിക പത്രം, നമ്മളെ ഞാൻ ലീഗാരനായതുകൊണ്ട് നമ്മളെ ഒന്ന് പറഞ്ഞാട്ടോ, ചന്ദ്രികാ പത്രം, ആ ചന്ദ്രികാ പത്രത്തിൽ നമ്മളൊരു സാധനം പൊതിയാണ്, കിതാബ് തന്നെ പൊതിയാണ്, അല്ലെങ്കിൽ മുസാഫ് പൊതിയാണ്. അത് പൊതിയാണ് ഇമ്മാരെന്ത് പറയും? പൊന്നാരമനെ ഇന്നത്തെ പത്രമാണ് പൊതിയേണ്ട അറിയും. അതിനോടുള്ളൊരു അല്ലെ, അന്നത്തെ പത്രാകുമ്പോ വായിച്ചു കഴിഞ്ഞിട്ട് പൊതിയാം. ഒരു സാധാരണ വീട്ടിലെ പെൺകൊടിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചന്ദ്രികയോടുണ്ടാകുന്ന, മുസാഫിലല്ല, കിതാബിലല്ല, യഹീലല്ല, ഒരു ചന്ദ്രിക പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുവരാണ്. ഈ സ്വർണ്ണല്ല, നല്ല രത്നായി അതിൽ പൊതിയണ്ട. അന്നത്തെ പത്രം വേറെ പത്രം കൊടുന്നേരാം എന്ന് പറയില്ലേ. ഇയാൾ ചെയ്തതെന്താ? സ്വർണം, ഗൾഫിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരിശുദ്ധമായ ഇഹ്യാ ഉലൂമുദ്ദീന. ആലോചിച്ചു നോക്കൂ. ഓ, പരിശുദ്ധരായ ഔലിയാക്കന്മാരപ്പോഴും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന കേട്ടോ. പൊതുജനങ്ങൾ ആലോചിക്കണം. സമസ്ത മതി നമുക്ക്, നമസ്തേ പറഞ്ഞോളി അതിനോട്. ടൈമായിരിക്കുന്നു അല്ലേ? ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇയാൾ വിശദീകരിക്കാൻ വേണ്ടി വന്നു. ഒരൊറ്റ തെളിവ് അവർ പറഞ്ഞ ആരോപണത്തിന് ഉന്നയിച്ച ഒരൊറ്റ കാരണം വിശദീകരിച്ചിട്ട് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലേ? എന്നിട്ട് ഈ അമ്പലക്കടവ് വന്നു, പട്ടർക്കോത്ത് വന്നിട്ട് പറഞ്ഞു വലിയ ഊക്കില് ആർക്ക് വേണമെങ്കിലും ചോദ്യം ചോദിക്കാറുണ്ട്, മഞ്ചേരി പട്ടർക്കോത്ത്. അപ്പൊ നമ്മളെ കോളേജില് മറ്റേ വളാഞ്ചേരിയിലെ ഷെയ്ഖ് ജീലാനി ഇസ്ലാമിക് അക്കാദമിയിൽ അന്ന് പഠിച്ചുകൊണ്ടിരുന്ന സാദിഖ് കുന്നുംപുറ എന്ന് പറയുന്ന കുട്ടി അവിടെ ചെന്നിട്ട് ചോദിച്ചു. അവര് പറഞ്ഞ ഒന്നാമത്തെ കാരണം എടുത്തിട്ട് ചോദിച്ചു. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അതിന് മറുപടി പറയാൻ കിട്ടാതെ ഇരുന്നു പോയി. മാത്രല്ല സാദിഖിന് സ്റ്റേജുമ്മ കയറി വന്നപ്പോ ഇവര് മുസ്ലിം മുഅ്മിന് ഒന്നാണെന്നുള്ളതിന് ഇജ്മാ ഉണ്ട് എന്ന് ഇനി പറഞ്ഞിന്. അതിനൊരു തെളിവ് വായിക്കാൻ പറ്റുമോ? എന്താ കുട്ടി, എനിക്ക് ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കറിയാം. ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? ഓൻ കരുതിയ ഓന്റെ നജാത്ത് പഠിച്ചിന കുട്ടിയാണെന്നാ. എല്ലാരും നജാത്തിലല്ലോ. ഇവൻ ഷെയ്ഖ് ജീലാനി ഇസ്ലാമിക് അക്കാദമിയിലാ. ഓൻ മണിമണിയായി ഇജ്മാന്റെ തൈരീഫാണ് വായിച്ച്. അപ്പൊ ബിൽഡിംഗ് കണ്ട പൊട്ടന്റെ മാതിരി ഇങ്ങനെ കുത്തിരിക്കുക. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പിടുത്തം വിട്ടു.
സമസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കുന്ന നുസ്രത്തുൽ അനാം മാസികയിൽ വളരെ വ്യക്തമായി അവരെഴുതി, ത്വരീഖത്ത് കുട്ടികളുടെ മുമ്പിൽ ആധുനിക സമസ്തയുടെ സംവാദ വേദികളിലെ നായകന്മാർ അബ്ദുൽ ഹമീദ് ഫൈസിയും പിന്നെ വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസിയും വെള്ളം കുടിക്കുന്നത് കാണാമായിരുന്നു. നമ്മള് പറഞ്ഞതല്ല കൂട്ടരെ, തെളിവാണെങ്കിൽ തരണ്ടേ ഫോട്ടോ കോപ്പി നുസ്രത്തിന്റെ. ഞങ്ങളെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ പോലും ഒന്നാമതും ഏറ്റവും സുപ്രധാനവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനുഭാവന്റെ ത്വരീഖത്ത് ശരിയല്ലെന്ന് പറയാൻ ഒന്നാമതായ കാരണം ഉന്നയിച്ച ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞ് പ്രഥമവും പ്രധാനവും എന്ന് പറഞ്ഞ കാരണത്തെ ചോദ്യം ചെയ്തപ്പോ വിറങ്ങലിച്ചു നിന്ന നീയാണോ ഇനിയിപ്പോ കേസേറ്റ് വരണ് കഴിഞ്ഞില്ല. എന്നിട്ട് ഇയാള് വന്നിട്ട് പുല്ലൂരൊന്ന് വന്നു നോക്കി. എന്നിട്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, ഞാനൊരു സംവാദത്തിന് വേണ്ടി പറയില്ല, ഒരു വാദപ്രതിവാദത്തിന് വേണ്ടി. അനക്കതിന് കഴിയൂല മുത്തേ, കഴിയൂല അല്ലേ? എവിടെ പോയി മുജാഹിദിനോടും ജമാഅത്തിനും ഞാനൊരു സംവാദത്തിന് വേണ്ടി പറയുകയല്ല, അത് നമ്മുടെ ഉദ്ദേശവുമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സത്യസന്ധമായ ആശയം പറയണത് ഉണ്ടാകില്ല ആശയം അല്ലേ? ആലോചിച്ച് നോക്കാം നിങ്ങൾ, ഇത് ആലോചിച്ച് നോക്കൂ. ഇവർ വിശദീകരിച്ചു. അത് കഴിഞ്ഞിട്ട് MT ചെക്കൻ വന്നു. ഈ MTന്റെ ഒരു ചെക്കണ്ട്, എന്താ പേര്, അബൂബക്കർ ദാരിമി വന്നു. ഓൻ വന്നിട്ട് ചെയ്ത എന്താ അറിയോ? നമുക്ക് വലിയ സന്തോഷം തോന്നി അവനോട്. കാരണം എന്താ വെച്ചാ, വാപ്പ പറഞ്ഞൊന്നും ഇവൻ ശരിയല്ല എന്ന് ഇവൻ അങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞു. അത് മൂപ്പര് പറഞ്ഞത് ശരിയല്ല എന്ന് നേർക്കുനേരെ പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആരോപിച്ചിട്ടില്ല. എന്റെ ബാപ്പ ആരോപിച്ചു, ദേഷ്യപ്പെട്ട് പറയല്ല, എന്റെ വാപ്പ ഉപ്പ പിതാവ് ആരോപിച്ചു അല്ലേ? തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഒരു സലീം ഇർഫാനി പറഞ്ഞൊരു സാധനം പുറപ്പെട്ടിരുന്നു. അതിന്റെ ഇടക്ക് അയാൾ വന്നു, പുല്ലൂര് വെച്ച് സംസാരിച്ചു. അവിടെ വെച്ച് 1 by 1 ആയി അദ്ദേഹത്തിന്റെ അബദ്ധജടിലമായ ആശയങ്ങളെ സാധൂകരിക്കാനുള്ള ജൽപ്പനങ്ങൾക്ക് മറുപടി നൽകിയപ്പോ അതോടുകൂടെ ആ സാധു അവസാനിച്ചു. പണ്ടേ അത് മൂപ്പര് മാത്രല്ല, ആലിക്കുട്ടി മുസ്ലിയാർ മുതൽ ഇനി ജനിക്കാനിരിക്കുന്ന സമസ്തയെ അംഗീകരിക്കാൻ പോകുന്ന ആ കുട്ടി വരെയുള്ള ആർക്കും ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി എന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ നായകൻ ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഖാദിരിയ ത്വരീഖത്ത് ശരിയല്ല എന്ന് പറയാൻ, കാരണങ്ങൾ നിരത്തിയ സമസ്തയുടെ കാരണങ്ങൾ ശരിയെന്ന് പറയാൻ ഉമ്മപെറ്റ മക്കളായി പ്രപഞ്ചത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ 1000 കുതിരശക്തിയോടുകൂടെ ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഉണ്ടോ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയ? അതെ സമസ്തന്റെ വലിയ കുളാണ്ടറായിട്ട് നടക്കണ ഈ സാധുണ്ടല്ലോ ഹമീദ് ഫൈസി, മൂപ്പര് ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചോട്ടെ അല്ലേ? ഇവിടെ വന്നിട്ട് മുടി മാത്രാക്കണ്ട, തിരുകേശം മാത്രാക്കണ്ട, അതിന്റെ സനത് മാത്രാക്കണ്ട, ത്വരീഖത്ത് സംബന്ധിയായി A to Z അടി മുതൽ മുടി വരെ വിഷയങ്ങളിൽ ഒന്നൊന്നായി പ്രമാണബദ്ധമായി പറയാൻ താങ്കൾക്ക് വൈജ്ഞാനികമായ പിൻബലമുണ്ടെങ്കിൽ വിനയത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യു ആർ സീറോ. ആ വിഷയത്തിൽ നീ വട്ടപൂജ്യമായിരിക്കുമെന്ന് ഇൻഷാ അള്ളാഹ് തെളിയിക്കാൻ പോകുക. ആൺകുട്ടിയാണെങ്കിൽ ഇറങ്ങി വാ. ഇതല്ലേ ചെള്ളിച്ചാടിയ ചട്ടിയോ മുട്ടുങ്ങലോളം, പിന്നെ ചാടിയ ചട്ടിയോളം അല്ലേ? ഇത്രേ ചാടുള്ളൂ. നീ ആരാണ്? ഈ സാധുക്കളെ ഏതെങ്കിലുമൊക്കെ സമസ്തയ്ക്ക് വരുമ്പോ ഫസ്റ്റ് വിളിക്കും, വളരെ സന്തോഷമായിട്ടോ വരവ്, നിങ്ങളുടെ വരവ് വളരെ സന്തോഷമായി, സമസ്ത കേരള ജംഇയ്യത്ത് ഒരു സത്യപ്രസ്ഥാനമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധുവിന്റെ അടുത്ത് വല്ല കോപ്പി ഉണ്ടെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റും ഉണ്ടെങ്കിൽ അത് പതുക്കെ വാങ്ങിയിട്ട് പിന്നെ മൂപ്പര് പോയി ആളാകും. എന്റെ അടുത്ത് നിന്നൊക്കെ വാങ്ങിയിരുന്ന സമസ്തക്ക് ശക്തി പകരാൻ വേണ്ടി ഫോട്ടോ സ്റ്റാറ്റ് നാളെ ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ നിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഇങ്ങനെ കാട്ടുന്നു. അയിമ അബ്ബാസ് എന്ന് എഴുതിക്കണം. ഞാൻ നോക്കി പതുക്കെ
ജാതി സാധനങ്ങളാണ് മറ്റോടത്തുള്ളത് എന്ന് കൂട്ടര് ഞങ്ങൾക്ക് അറിയേ. അതല്ല ഇപ്പൊ തന്നെ ഊക്ക് പറയുന്നത്. വെറുതെ ഒച്ചിട്ട് പോയാൽ പറ്റൂലല്ലോ. ഇവിടെ വന്നിട്ട് പോലും പ്രസംഗിക്കൂലേ. അപ്പോ അർക്കാനുൽ ഇസ്ലാം, മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യങ്ങൾ, മുസ്ലിമാകാൻ നിർബന്ധമായ കാര്യങ്ങൾ 5 എന്ന് പറയുക വഴി മുഅ്തസിലികളുടെ വാദമാണ് നിങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അല്ലേ? 2ാം ക്ലാസ്സിലെ കുട്ടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ടീമിന്റെ ഒരു പരാജയം. 6ാം എഡിഷൻ എന്ന് പറഞ്ഞാൽ 2008 മുതൽ ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങളുടെ മദ്രസയിൽ 10 ലക്ഷം വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉസ്താദന്മാരാ. ഈ 2ാം ക്ലാസ് പഠിപ്പിക്കുന്ന ഒരൊറ്റ ഉസ്താദിനോടും ഉസ്താദിന് ഇത് വായിച്ചപ്പോ പഠിച്ച തമ്പുരാൻ ഇത് കുറച്ച് ഗൗരവാണല്ലോ എന്ന് പറയാൻ തോന്നിയില്ല. പറയാൻ തോന്നൂല. കാരണം എന്താ? ഐറ്റങ്ങളെ പഠിപ്പിച്ച സമസ്തക്ക് തെറ്റ് പറ്റൂല എന്നാ. അപ്പൊ ഇതിങ്ങനെ വായിച്ചിട്ട് ഇത് തെറ്റാണല്ലോ. സമസ്തക്ക് തെറ്റ് പറ്റൂല. പഠിച്ചോനെ ഇത് അപകടമാണല്ലോ. സമസ്ത ഉലിയാക്കന്മാര് സ്ഥാപിച്ചതാണ്. പഠിച്ചോനെ എന്താ അപ്പൊ ഇതിങ്ങനെ ഇപ്പൊ കുട്ടികൾക്ക് പഠിപ്പിക്കുക? സമസ്തക്ക് തെറ്റ് പറ്റാൻ യാതൊരു സാധ്യതയുമില്ല. 4 തരം അപകടം തന്നെയല്ലേ. അത് പറഞ്ഞാൽ പുറത്താകും. എന്നാലും ഇത് പഠിപ്പിച്ച കുട്ടികളെ മുഅ്തസിലിയായി പോകുമോ? കുറ്റിയേറ്റ മുഅ്തസിലികളെ വീണ്ടെടുപ്പിന് ആകുമപ്പത് മദ്രസയിൽ നിന്ന് പുറത്താക്കും. എന്നാലും കുട്ടികൾ പട്ടിണി കിടക്കും. പൊന്നു ഹബീബന്മാരെ, പടച്ച തമ്പുരാൻ കീറിയതാണ് നമ്മളെ തൊള്ള. അയക്കുള്ള റിസ്ക് പഠിച്ചോ കണ്ടോളൂ. അല്ലേ? ഈ സാധുക്കളെ പൃഷ്ഠം താങ്ങണോ? വേണോ? 2ാം ക്ലാസ്സിൽ നിങ്ങളൊക്കെ പോയി ചോദിച്ച് പഠിച്ചോളി. കുട്ടികളെ വിളിക്കുക. ഇന്ന് ഉറങ്ങണേന്റെ മുമ്പ് കുട്ടികളെ വിളിക്കുക. വിളിച്ചിട്ട് മോനെ എന്റെ ഫിഖഹിന്റെ കിതാബ് ഒന്ന് എടുത്തോടുന്നാന്ന് പറയാം. അൽ ഫിഖഹ് എന്ന് ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിക്കണ്. മനസ്സിലായോ? ആ ഫിഖഹിന്റെ കിതാബ് എടുത്തിട്ട് 1ാമത്തെ പാഠം കുറെ മറിച്ചടങ്ങാറാകാനൊന്നുമില്ല. ദർസ് അവ്വൽ പാഠം 1 എന്താ? അർക്കാനുൽ ഇസ്ലാം എന്നിട്ട് കൊടുത്തേക്കാണ്. മുസ്ലിമാവാൻ നിർബന്ധമായ കാര്യങ്ങൾ 5. പാച്ച നോണല്ലത്. അപ്പൊ ഇപ്പൊ ഒരു പരിപാടി തുടങ്ങിയാണ് മഹല്ല് ശാക്തീകരണത്തിന്. അപ്പൊ ഒരു സെൻസസ് എടുക്കുക. നമ്മളെ മഹല്ലിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? അബ്ദുറഹ്മാൻ ഹജ്ജ് ചെയ്തിക്കണോ? ഇല്ല. ഓ മുസ്ലിം അല്ല, പോട്ടെ. അബൂബക്കർ ഹജ്ജ് ചെയ്തിക്കണോ? ഇല്ല. ഫാത്തിമക്കുട്ടി ഹജ്ജ് ചെയ്തിക്കണോ? ഇല്ല. ഇനി ഹജ്ജ് ചെയ്ത, നോമ്പ് നോറ്റ, നിസ്കാരം നിലനിർത്തിയ, സകാത്ത് കൊടുത്ത, ഷഹാദത്ത് ഉച്ചരിച്ച ഈ 5 നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുക വഴി മുസ്ലിമായ ആൾക്കാർ മുസ്ലിം ആകണമെങ്കിലാണിത്. എത്ര ആളുണ്ടാകും? മുസ്ലിമാകാൻ നിർബന്ധമായ കാര്യങ്ങൾ മഹല്ല്, സമസ്തന്റെ മഹല്ല് പോയിട്ട് ഇങ്ങനെ കണക്കെടുക്കുക. SKSSFകാർക്ക് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. എത്ര കോട്ടക്കൽ മഹല്ലിൽ എത്ര മുസ്ലിങ്ങൾ? പെട്ടെന്ന് തീരും കണക്കെടുപ്പ്. ഹജ്ജ് ചെയ്തോ സക്കാത്ത് കൊടുക്കുന്നുണ്ടാവില്ല, സക്കാത്ത് കൊടുക്കാൻ ഹജ്ജ് ചെയ്യാൻ പോയിട്ടുണ്ടാവില്ല, നോമ്പ് വെൽക്കണോ നിസ്കാരം നിലനിർത്തുന്നുണ്ടാവില്ല, നിസ്കാരം നിലനിർത്തണോ നോമ്പ് വെൽക്കാൻ യോഗ്യത ഉണ്ടാവില്ല. ഒരാൾ വന്നിട്ട് നമ്മളെ നാട്ടില് ദുൽഹജ്ജ് 25 വന്നിട്ട് എനിക്ക് മുസ്ലിം ആകണം കേട്ടോ, ഈ കൊല്ലം നടക്കൂല, ഹജ്ജ് കഴിഞ്ഞ് അല്ലേ 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 ആലോചിച്ചോ. ഒരു റമളാൻ കഴിഞ്ഞ് ചൊവ്വാലിന് ഇങ്ങനെ വന്നിട്ട് ഒരാള് പറഞ്ഞു, പൊന്നു മാപ്പിളെ മുസ്ലിം ആകേണ്ടിയിരുന്നു. എടോ റമളാൻ കഴിഞ്ഞില്ല, നീ ഈ വർഷം നടക്കൂല, വണ്ടി വിട് അല്ലേ. എന്തുമാത്രം ഭീകരത! നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ. കുത്തുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിസ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുൽ അലി, മഹാനുഭാവൻ സമ്പൂർണമായ ദീനിലേക്ക്, ഈമാനിലേക്ക്, ഇഹ്സാനിലേക്ക്, ശരീഅത്തിന്റെ, ത്വരീഖത്തിന്റെ, ഹഖീഖത്തിന്റെ മഹിതമായ മാർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ ജനതതികളെ കൂട്ടിവെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു, ഇവരുടെ ത്വരീഖത്തിൽ പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും മുഅ്മിനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാമര ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ പടയൊരുക്കം നടത്തിക്കൊണ്ട് സംഘടിപ്പിച്ച ആ സമ്മേളനങ്ങളിൽ വെച്ച് കുത്തുബുസ്സമാനെതിരെ
എന്നുള്ള ചിന്ത പോലും നിങ്ങളുടെ മനോതലങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം ദാരുണമായ ആശയ പാപ്പരത്തിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തുകയാണ്. മഹാനുഭാവന്റെ ഗുരുത്തക്കേടാണ് നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയായിട്ടല്ലോ ഗുരുത്തക്കേട്. 2006 നിങ്ങൾ നിഷേധിച്ചു, 2008 നിങ്ങൾ അബദ്ധത്തിന്റെ ഘോഷയാത്രയുമായി പ്രസിദ്ധീകരണ മേഖലയിലേക്ക് കടന്നു അല്ലേ? നിങ്ങൾ ആ ഏപ്പിനേറ്റ് കൊഞ്ചണ മാതിരി കുത്തുബുസ്സമാനേറ്റ് കൊഞ്ചാൻ വരരുത്. കാളിയാണ് പടി. കുത്തുബുസ്സമാൻ ആരാണെന്ന് നിങ്ങൾക്ക് തിരിയും അല്ലേ? ഷെയർ മുബാറക് മാത്രമല്ല, കുത്തുബുസ്സമാൻ 21ാം നൂറ്റാണ്ടിന്റെ നായകനാണ് എന്ന് പ്രസ്പഷ്ടമാക്കുന്ന പ്രകൃതിയുടെ തെളിവ് പോലും വന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാം നിങ്ങൾക്ക്? പയ്യന്നൂരിൽ നമ്മുടെ ജീലാനിയുടെ ആളുകൾ, ഷെയ്ഖുനയുടെ മുരീദുമാർ അവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോ അവിടുത്തെ SKSSFകാരും മറ്റുള്ളവരും ചോദിക്കാം, നിങ്ങളെ ഷെയ്ഖ് അത്ര വലിയ ഉഷാറാണ്, ഒരു കറാമത്ത് കാട്ടിത്തരുമോ? ഓ, നമ്മൾ കരുതിയ കണ്ടാ ബയാൻ നന്നാകും. അബൂജാലിന്റെ മാതിരിയാ. സൂര്യൻ ചന്ദ്രനെ പിളർപ്പാക്കി കാണിച്ചപ്പോ അത് സിഹറും മുബീൻ ഇല്ലാത്ത മരണട്ടോ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുത്തുബുസ്സമാന്റെ കറാമത്തുണ്ടോ എന്ന് പയ്യന്നൂരിലെ പാവപ്പെട്ട 5 ചെറുപ്പക്കാർ ഈ പരിശുദ്ധമായ സന്ദേശം പ്രചരിപ്പിച്ചപ്പോ പയ്യന്നൂരിലെ ഒരു വീട്ടിൽ ഷെയ്ഖുന വരാറുണ്ട്. ഷെയ്ഖുനയുടെ മുരീദുമാരുടെ ആ ഭാഗത്തേക്ക് പോകുമ്പോ അവരോട് ചോദിച്ചൊരു കറാമത്ത് കാണണമെന്ന് പറഞ്ഞ കാര്യം കുത്തുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുൽ അലി മഹാനുഭാവനോട് വിഷമത്തോടുകൂടെ ആ വീട്ടിലെ കുട്ടികൾ പറഞ്ഞു, ഷെയ്ഖുന ഇവരൊക്കെ ചോദിക്കുന്നത് ഒരു കറാമത്ത് കാണിച്ചു തരുമോ ഷെയ്ഖുനാന്റെ എന്നാണ്, ഞങ്ങൾ എന്താ മറുപടി പറയേണ്ടത് എന്ന്. 21ാം നൂറ്റാണ്ടിന്റെ ഈമാനിന്റെ പ്രകാശത്തിന്റെ ജ്വാലയുമായി കടന്നു വന്ന മഹാമനീഷി ആ പാവപ്പെട്ട പാമരരായ കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾക്ക് എന്റെ കറാമത്ത് കാണാം, കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് 21ാം നൂറ്റാണ്ടിന്റെ നായകൻ പറഞ്ഞ ആ പരിശുദ്ധമായ വാക്കിന്റെ സാധൂകരണം നടക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ മുനിസിപ്പാലിറ്റിയിലെ 640-ാം വീടിൽ, 30ാം വാർഡിലെ 640-ാം നമ്പർ വീട്ടിൽ നസീബ മൻസിൽ. അവിടെ എന്താ സംഭവിച്ചത്? ഷെയ്ഖുന പോന്നപ്പോ ആ കുട്ടികൾ നിറ കണ്ണുകളോടുകൂടെ വരാനിരിക്കുന്ന ചോദ്യത്തിന്റെ മുമ്പിൽ വളരെ സന്തോഷത്തോടുകൂടെ പ്രതികരിക്കാൻ ഞങ്ങളുടെ അഭിവന്യരായ ഗുരുവര്യൻ ഞങ്ങൾക്ക് കൈമാറിപ്പോയ കറാമത്ത് ഏതാണ് എന്ന് പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ കാത്തിരിക്കുമ്പോ മഹാനുഭാവൻ ഇരുന്ന റൂമിന്റെ മുമ്പിൽ മനോഹരമായ മദീനയിലെ മനോഹരമായ മിനാരത്തിന് സമാനമായ മിനാരം തങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ഷെയ്ഖുനയുടെ റൂമിന് മുമ്പിൽ മനോഹരമായ മിനാരത്തിന്റെ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. പോയിട്ട് നോക്കി, അവിടെ കൂടിയിട്ട് സമസ്തന്റെയും മറ്റുള്ള നേതാക്കന്മാര് പത്രക്കാരെ വിളിച്ചിട്ട് പറയാണ്, കൊടുക്കരുത് സുൽത്താൻ, ആൾക്കാരറിഞ്ഞാൽ ഒക്കെപ്പാട് അങ്ങോട്ടൊഴുകും, നമ്മളെ ആപ്പീസ് പൂട്ടും അല്ലേ? ആദർശപരമായി പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് അവസാനം കറാമത്ത് ചോദിച്ച് പാവപ്പെട്ട സാധുക്കളെ ബേജാറാക്കിയപ്പോ കുത്തുബുസ്സമാൻ 21ാം നൂറ്റാണ്ടിന്റെ രാജകുമാരൻ വളരെ വ്യക്തമായി, ഞാൻ സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ പ്രചരിപ്പിക്കുന്നത് നേരാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഇത് രക്ഷപ്പെടാനുള്ള വഴിയാണ്, ഇത് വിജയത്തിലേക്കുള്ള വഴിയാണ്, ഇത് അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ വഴിയാണ്, ഇത് ഗൗസുൽ ആലം പരിചയപ്പെടുത്തിയ വഴിയാണ്, ഇത് മഹിതമായ പാരമ്പര്യങ്ങളിലൂടെ എന്നിലേക്ക് കൈമാറിയെത്തി ഞാൻ ഈ ഉമ്മത്തിന്റെ വിജയത്തിന്റെ സൂത്രവാക്യമായി പ്രചരിപ്പിക്കുന്നതാണ് എന്നതിന് തെളിവായി കൊണ്ട് മാർബിളിൽ മനോഹരമായി മദീനയിലെ മിനാരങ്ങൾ കൊത്തിവെച്ചുകൊണ്ട് ഞാൻ സത്യമാണ്, ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് വളരെ വ്യക്തമായി കണ്ണുള്ളവരുടെ കണ്ണ് മുഴുവൻ തുറപ്പിക്കുന്ന രീതിയിൽ കണ്ണൂരിലെ പയ്യന്നൂരിലെ 30ാം വാർഡിലെ 640ാമത് വീടിൽ നസീബ മൻസിലിൽ വളരെ പ്രസ്പഷ്ടമായി ഇന്നും കാണുന്ന കണ്ണുള്ള ആളുകൾക്ക് മുഴുക്കെ കാണാൻ കഴിയുന്ന പരുവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ
എന്റെ പ്രിയപ്പെട്ട സഹോദരരെ, അങ്കലാപ്പിലായിട്ട് ഇനി എങ്ങനെയാ പിടിച്ചു നിൽക്കാമെന്നറിയാതെ ബേജാറാണ്. എന്റെ പൊതുജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, എന്റെ സാധാരണക്കാരോടാ പറയാനുള്ളത്. നിങ്ങൾ അംഗീകരിക്കുന്ന ഖുതുബുസ്സമാനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ പറഞ്ഞത് വലിച്ചെറിഞ്ഞ് കാട്ടിലെറിഞ്ഞ് കാപ്പാലികന്മാരുടെ കൂട്ടാളികളായി മാറിയ സമസ്തയുടെ പൂർവകാല നേതാക്കളുടെ മലിന ചരിത്രം പേറുന്ന ഒരു സംഘടനയുടെ പക്ഷം ചേരണോ നിങ്ങളെന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, അബ്ബാസും ഫളിലും ഒക്കെ സമസ്തക്ക് വേണ്ടി പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളും അന്ന് കരുതിയത് അള്ളാന്റെ പാർട്ടിയാണെന്ന്. ഇനി ശൈഖുനാനെ ബൈഅത്ത് ചെയ്തു. ശൈഖുന പറഞ്ഞു, കേരളത്തിലെ പണ്ഡിത സഭകളുടെ അസ്ല് പരിശോധിക്കണം. ആ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മൂക്കത്ത് കൈവെക്കുകയായിരുന്നു എന്ന് ഖുതുബുസ്സമാൻ പറഞ്ഞപ്പോ ഞാനും ഫളുലുള്ള ഉസ്താദും എന്താണ് ആ പറഞ്ഞത് എന്ന് കരുതിയിട്ട് പകച്ചു നിന്നു. പക്ഷേ സത്യത്തിന്റെ തുടർച്ചയായ ആവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഖുതുബുസ്സമാന്റെ ജീവിതവുമായി സമരസപ്പെടാൻ വേണ്ടി കടന്നു ചെന്ന് ഈമാനിന്റെ മഹിതമായ മാർഗത്തെ പരിചയപ്പെട്ട ആ നിമിഷത്തിൽ ഞങ്ങൾ ആലോചിച്ചു, എന്താണ് ഈ പറയുന്നത്? ആ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു. ഖുതുബുസ്സമാനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഖ്യാപനമുണ്ടായി. കാരണങ്ങൾ ഒന്നൊന്നായി വിശദീകരിച്ചു. അതിൽ മുഴുവൻ തകിടം മറിഞ്ഞു എന്ന് മാത്രമല്ല, ശൈഖുന ഖുതുബുസ്സമാൻ യൂസുഫ് സുൽത്താൻ ഷാ ഖാദ്രി ചിസ്തി മഹാനുഭാവൻ ശരിയല്ലെന്ന് പറയാൻ വേണ്ടി 7 കൊല്ലം പഠിച്ചു എന്ന് പറഞ്ഞ സമസ്തയുടെ നേതാക്കന്മാർ ആ 7 കൊല്ലത്തെ പഠനത്തിന്റെ അനന്തരഫലമായി രൂപപ്പെട്ട ആശയങ്ങൾ ഒന്നിന് പോലും പ്രമാണങ്ങളുടെ പിൻബലം നൽകി സംരക്ഷിക്കാനാകാതെ തകിടം മറിഞ്ഞ് തകർന്നടിഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊരു അന്വേഷണത്തിന്റെ ആരംഭത്തിലാണ്. അപ്പോഴേക്കും നിങ്ങളുടെ ബേസ്, നിങ്ങളുടെ അസ്ല്, നിങ്ങളുടെ തുടക്കം പിഴച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. മറുപടി പറയാൻ നിങ്ങളെ കൂട്ടത്തിൽ ആരുമില്ല, അല്ലേ? കഴിഞ്ഞില്ല. ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. നമ്മളെ ബോർഡ് വന്നിട്ടില്ലല്ലോ, ഇല്ല. വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നിട്ടില്ല.